A cricket ball is thrown at a speed of 28 meter per second in a direction 30 degree above the horizontal. Calculate maximum height time taken by the ball to return the same level. And C question, the distance from the thrower to the point where ball returns to the same level. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. പ്രോബ്ലത്തിന് മുമ്പ് ഒരു പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞൊരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളൊരു ബോൾ എറിയാണ്. ഈ ബോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ ബോൾ പോകുന്ന ഡയറക്ഷൻ, നമ്മൾ ജസ്റ്റ് ഒരു ബോൾ എറിഞ്ഞാൽ അതൊരു പാരാബോളിക് ഡയറക്ഷനിലാണ് പോവുക. ഇതാണ് ആ ഡയറക്ഷൻ. അപ്പോൾ ഈ പോകുന്ന ഈ ഡയറക്ഷനും ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഒരു കുറച്ച് ഇക്വേഷൻസ് ഞാനിപ്പോൾ എഴുതും. ആ ഇക്വേഷൻസിലെ തീറ്റ ഇതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇവിടെ നിന്ന് ബോൾ എറിയുന്ന ആദ്യത്തെ സ്പീഡാണ് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇനി ഇത് കുറച്ച് പഠിക്കാനുണ്ട്. ഇത് ആപ്ലിക്കേഷനിലുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിക്കാം, അതായത് അർത്ഥം മനസ്സിലാക്കിയിട്ട്. എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ്. 28 മീറ്റർ പെർ സെക്കൻഡിൽ സ്പീഡിൽ ഒരു ക്രിക്കറ്റ് ബോൾ എറിയുകയാണ്. അപ്പോൾ ആ ബോൾ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് അതിനെ പറഞ്ഞു വയ്ക്കുന്നത്. എബോവ് ദ ഹൊറിസോണ്ടൽ. കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ്. അത് എത്രത്തോളം ഹൈറ്റ് പോയി ഇങ്ങനെയല്ല, അത് ആ ബോൾ നമ്മൾ ഇങ്ങനെ എറിയുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഹൈറ്റ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇവിടുന്ന് ഞാൻ എറിയുമ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ബോൾ ഇങ്ങനെ പോകുന്ന ഈ ബോള് ഇതാണ് അതിൻ്റെ മാക്സിമം ഹൈറ്റ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കണം. ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റിട്ടേൺ ദം സെയിം ലെവൽ. സെയിം ലെവലിൽ എത്താൻ എടുത്ത സമയം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഇവിടെ നിന്നാണ് ബോൾ പോയത്, ഇങ്ങനെ പോയി 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 സെയിം ലെവലിൽ എത്തിയിട്ട് ഇവിടെ എത്തിയപ്പോഴാണ്. അതായത് ആ ബോൾ അപ്പുറത്തെത്താൻ വേണ്ട സമയം എന്നാണ് ഉദ്ദേശിച്ചത്. അതങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ, അങ്ങനെ കിട്ടാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ടി. സി ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ഫ്രം ദി ത്രോവർ ടു ദി പോയിന്റ് വെർ ബോൾ റിട്ടേൺസ് ടു സെയിം ലെവൽ. ഡിസ്റ്റൻസ് ഫ്രം ദി ത്രോവർ, എറിഞ്ഞ ആളും ബോൾ സെയിം ലെവലിൽ എത്താൻ വേണ്ട ആ ഡിസ്റ്റൻസും. അപ്പോൾ ആൾ ഇവിടെയാണ്, സെയിം ലെവലിലായത് ഇവിടെയാണ്. ഈ ഡിസ്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ആർ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, ടൈമിനെ ടി എന്നും ഈ ഹൈറ്റിനെ ക്യാപിറ്റൽ എച്ച് എന്നുമാണ്. ഇനി ഓരോ ഇക്വേഷൻസ് ഉണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, പ്രൊജക്ടൈലിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരാം, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടാത്തത്. ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം മാത്രമാണ് പറയണത്. 2u sin theta by g u square sin 2 theta by g. ഇത് മാക്സിമം ഹൈറ്റ്, ടൈം, ഇത് ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ചാണ് ഈ ഡിസ്റ്റൻസ്. ഇത് ഇനീഷ്യൽ വെലോസിറ്റി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് u is equal to 28 എന്നുണ്ട്. സൈൻ നമ്മുടെ സൈൻ തന്നെ, തീറ്റ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ അത് ക്വസ്റ്റ്യനിൽ 30 ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തീറ്റയും ഈ തീറ്റയും ഈ തീറ്റയും ഒക്കെ 30 ഡിഗ്രിയാണ്. 2 നമ്മുടെ 2 തന്നെ, ജി 9.8 കാലങ്ങളായിട്ട് നമ്മൾ എടുക്കുന്ന 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടോ. ഈ ഇക്വേഷനിൽ എച്ച് ഈസ് ഈക്വൽ ടു യു 28 ഇൻറ്റു സൈൻ തീറ്റ 30 ബൈ 2 ഇൻറ്റു ജി 9.8. അത് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. 10 മീറ്ററാണ് മാക്സിമം ഹൈറ്റ്. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു യു എന്ന് പറയുന്നത് 28 ഇൻറ്റു സൈൻ തീറ്റ 30 ബൈ 9.8. ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 2.9 സെക്കൻഡ്സ് കിട്ടും. ആർ എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2 തീറ്റ ജി ആണ്. യു 28 ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ 30 ആണ്, സൈൻ 2 തീറ്റ എന്നാണ് ഇക്വേഷൻ. സോ 2 തീറ്റ 2 ഇൻറ്റു 30 60 ബൈ 9.8. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 69.3 കിട്ടും. ഇതാണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളും കണ്ടുപിടിച്ചു.